ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് അമ്പാടി ഗെയിമിംഗ് മാസ്റ്റർ. അപ്പം ഗൈസ്, നമ്മളിന്ന് പുതിയൊരു ഗെയിമായിട്ടാണ് വന്നിരിക്കുന്നത്. ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D. അതിൽ നമ്മൾ കാർ ക്രാഷ് ടെസ്റ്റിലോട്ടാണ് പോകുന്നത്. ഇത് നമ്മൾ നൈസിന്ന് സൈഡിൽ കിടന്നപ്പോൾ അടിച്ചു മാറ്റിയതാണ്. ഗൈസ്, നമ്മളാണ് ലേറ്റായിട്ട് ഈ വീഡിയോ ഒക്കെ ഇട്ടത് ഗൈസ്. അപ്പോൾ ഒരു കാര്യം പറയാൻ പറ്റും, ഈ ഹാപ്പി വിഷു ഗൈസ്, എല്ലാവർക്കും ഹാപ്പി വിഷു ഗൈസ്. വണ്ടി ഇടിച്ചൊരു കുഴപ്പമില്ല. നമുക്ക് എന്തായാലും നേരെ തിരിച്ച് ഒന്നും കൂടി അടിക്കാമല്ലേ ഗൈസ്. ഇവിടുന്ന് അടിക്കാം, ഇവിടുന്ന് അവിടെ തൊട്ട് അടിക്കാം ഗൈസ്, അതാ നല്ലത്. എന്തൊരു കഷ്ടം. ഇപ്പോഴാണ് ശരിയായി. കുഴപ്പമില്ല. നമ്മൾ ഈ വണ്ടിക്ക് ഭയങ്കര സ്പീഡൊന്നും ഇല്ല ഗൈസ്. ലംബോർഗിനിക്ക് അത്രയ്ക്ക് സ്പീഡ് ഇല്ല ഗൈസ്. നമ്മൾ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3Dയിൽ പുതിയൊരു വണ്ടി വന്നിട്ടുണ്ട്. അതിൻ്റെ പേര് ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഗൈസ്. ലാസ്റ്റ് അത് ഞാൻ കാണിക്കും, അത് ക്രാഷ് ടെസ്റ്റ് ചെയ്യും ഗൈസ്. എന്തായാലും നമുക്ക് ഈ ബുഗാട്ടി കിടക്കുന്ന എടുക്കാം. ചേട്ടൻ്റെ അടുത്തൊന്ന് ചോദിക്കാം ഗൈസ്, ബുഗാട്ടി എടുത്തോട്ടേന്ന്. ചേട്ടാ വിളിക്കുന്നില്ല, എടുത്തോട്ടേന്ന്. ചേട്ടാ, ഞാൻ ബുഗാട്ടി എടുത്തോട്ടെ ചേട്ടാ? ആണ്ടോടോ, എടുത്തേക്കരുതോ ബുഗാട്ടി. എങ്കിൽ ശരി ചേട്ടാ, ഞാൻ ഇപ്പം തരാം. അയ്യോ, ബെസ്റ്റ്. അത് ഇടിച്ചിട്ട് എന്തായാലും നമുക്ക് പോകാം. നമുക്ക് കണ്ടപ്പോഴേ ഓടിയെന്ന് തോന്നുന്നു. ഐ എം എ ഗ്യാങ്സ്റ്റർ ബ്രോ. ഉണ്ടാവും നടന്നു. എന്തായാലും നമുക്ക് അവിടെ വരെ ചെന്നൊന്ന് ഇടിച്ചു നോക്കാം. ഫെരാരി എത്ര ഡാമേജ് എടുക്കും? അയ്യോ കൊള്ളത്തിലൊക്കെ ഓടിക്കാൻ പാടാം. എന്തായാലും ഒന്ന് ഓടിച്ച് നോക്കാം എത്ര എന്തെങ്കിലും. പോയിട്ടുണ്ട് ഫ്രണ്ടിൽ തന്നെ. പോയി. ഒരു ഡോറും ഫ്രണ്ടിലത്തെ സാധനവും പോയി. അതിൻ്റെ പേര് അറിയത്തില്ല ഗൈസ് എനിക്ക്. ഗൈസ്, എന്തായാലും ഭയങ്കര ആണ് ഗൈസ്. എന്തായാലും അങ്ങോട്ടൊന്ന് ചെന്ന് ഇടിച്ച് നോക്കാം. മോനെ അത്രയ്ക്കൊന്നും പോയില്ല ഗൈസ്. എന്തായാലും നമുക്ക് അങ്ങോട്ട് പാർക്ക് ചെയ്തിട്ടേക്കാം. പാർക്ക് ചെയ്തിട്ട് നമുക്ക് അടുത്ത വണ്ടി എടുക്കാം. ലംബോർഗിനിയുടെ ഫ്രണ്ട് പോയി. ലംബോർഗിനിക്ക് അത്രയ്ക്ക് സ്പീഡില്ലെന്നാണ് തോന്നുന്നത്. നിങ്ങൾ കമൻറ്റ് ചെയ്ത് ഏറ്റവും സ്പീഡസ്റ്റ് കാർ ഇത് ഏതാ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാർ ഇത് ഏതാന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഗൈസ്. എന്തായാലും നമുക്ക് 3005 അടിച്ച്. അയ്യോ ഗൈസ്, ചിക്കോട് മാറിപ്പോയി. അറിയാതെ ഞാൻ കാളേക്ക് ഗൈസ്. 3005 അടിക്കാനാണ് 0 അടിച്ച നേരെ കാളുന്നത്. എന്തായാലും ടാഴ്സും കാറാണിത്. എന്തായാലും ഹൈലി മോഡിഫിക്കേഷൻ. എന്തായാലും നമുക്ക് വണ്ടി അവിടെ വരെ ഒന്ന് ഇടിച്ച് നോക്കാൻ എത്ര ഡാമേജ് എടുക്കുമെന്ന്. എന്തുകൊണ്ടും എന്തായാലും നോക്കാം. ഈ ഡോറൊക്കെ പോയിട്ടുണ്ട്, ഫ്രണ്ടിലത്തെ സാധനം പോയി. എന്തായാലും നമുക്ക് അവിടെ പാർക്ക് ചെയ്യുമ്പോൾ ഇടിക്കണം. ഒന്നും ഇടിക്കണ്ട, പാർക്ക് ചെയ്തേക്കാം. അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. ഇതെന്തോന്ന് എല്ലാത്തിൻ്റെയും ഡോറാണ് പോകുന്നത്. നേരത്തെ ലംബോർഗിനിയുടെ മാത്രമേ ഉള്ളൂ ഡോറ്. അതിൻ്റെയും ഡോറ് ബുഗാട്ടിയുടെയും പിന്നെ ടാഴ്സൺ കാറിൻ്റെയും പോയിട്ടുണ്ട് ഗൈസ്. എന്നാലും അടുത്ത നമുക്ക് ഏതെടുക്കണം? നമുക്ക് 4000 അടിച്ചാൽ എന്താ കിട്ടുന്നത്? 3000 അടിക്കാം. 3000 ആയിരുന്നു ഗൈസ് ബൈക്ക്. ഞാൻ വിചാരിച്ചത് 4000 ബൈക്കാണ്. ഗൈസ് അറിയത്തില്ല 4000 എന്തോന്നറിയുന്നവർ കമൻറ്റ് ചെയ്തു ഗൈസ്. നമുക്കെന്തായാലും നമ്മുടെ 1000 അടിച്ച് നമ്മുടെ ഫോർച്യൂണർ എടുക്കാം ഗൈസ്. ഒരു കംപ്ലൈൻറ്റ് നമ്മുടെ ഇതിലെ വണ്ടിയാണ് ഗൈസ്. ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3Dയിലെ വണ്ടിയാണ് ഗൈസ് ഇത്. അതായത് നമുക്ക് പോവാം ഗൈസ്. അങ്ങോട്ട് വരെ പോയി ഇടിച്ചിട്ട് ഗൈസ്. അല്ലാതെ ഇതിന് കംപ്ലൈൻ്റ് ആണ്, ഡിക്കിയൊക്കെ പോയി കിടക്കുക. അയ്യോ എന്തൊരിടിച്ചു.
ഏതൊക്കെ മുതലാണ് ഞാൻ പോയത്? പോലീസ് സ്റ്റേഷനിൽ എത്തി. എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടൊന്നും കൂടി ചെയ്യണം. ഒന്നും കൂടി ഇറങ്ങാം. നമ്മളെ പോലീസൊന്നും കാണാതിരുന്നാൽ മതി. നമുക്ക് പെട്ടെന്ന് ഇവിടുന്ന് വിളിച്ചിറങ്ങാം. പോലീസ് കാണാതെ ഇവിടുന്ന് അങ്ങ് ചാടി ഇറങ്ങാം. ചേരട്ടെ. എൻ്റെ പൊന്നോ, അയ്യോ കേസ്, നമ്മളിവിടുന്ന് വീണ് കേസ്. എൻ്റെ പൊന്നോ, ഇവൻ്റെ ആക്ഷൻ തുടങ്ങി. ഭയങ്കര ആക്ഷൻ. എന്താ സിനിമയ്ക്കും കണ്ട് അഭിനയിക്കാൻ പോകുന്നതല്ലേ വേണ്ട. പിന്നെ എന്തിനഭിനയൊന്ന് പോലീസൊന്നും കാണാതെ വെച്ചിട്ട് എന്തായാലും നമുക്കിപ്പോൾ ഫോർച്യൂണർ എടുക്കാം. എന്നിട്ട് പോകാം. ഗൈസ്, ഇതിൻ്റെ പാർട്ട് 2 വേണമെന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം ഗൈസ്. നമുക്ക് പോവാം. നേരെ അവിടെ ചെന്ന് പോലീസ് കാണാതിരുന്നു. അല്ലെങ്കിൽ പോലീസ് പിടിച്ചകത്തിട്ടാണ്. വണ്ടി കുടിഞ്ഞ് കിടക്കുന്നുണ്ടായിരുന്നു. അവിടെ മൊത്തം വണ്ടി നിറഞ്ഞതൊക്കെ നമുക്ക് എടുത്ത് മാറ്റിയിട്ട് വരാം ഗൈസ്. അങ്ങോട്ട് വരാമെന്ന് പോയിട്ട് വരാം ഗൈസ്. നമ്മുടെ ബൈക്ക് എടുത്ത് പോവാം. കവാസാക്കി നീൻ്റെ സിദ്ധാർത്ഥ കവാസാക്കി എന്ന് പറഞ്ഞാൽ മതി. കവാസാക്കി എടുത്തൊന്ന് നമുക്കൊന്ന് പോവാം. അവിടെ പോയി ഹെൽമെറ്റ് വെക്കാം. വേണ്ട, ഹെൽമെറ്റ് ഒന്നും ഇപ്പോഴേ ഇടണ്ട ഗൈസ്. എന്തായാലും നമുക്കവിടെ അയ്യോ ബ്രേക്കൊന്നും കിട്ടുന്നില്ല. എന്തൊരു ബഗ്ഗാണ് ഗൈസ്. ഞാൻ നേരത്തെ ഉണ്ടായിരുന്നു ഗൈസ്. അവിടെ ഒരു പെണ്ണ് ഈ കാറിൻ്റെ ഡോറിൻ്റെ ഉള്ളിൽ കൂടിയൊക്കെ പോയത്. ഇത് ബഗ്ഗം കണ്ട് എന്നിട്ട് തലയൊക്കെ മൊത്തം ബഗ്ഗാണ് ഗൈസ്. എന്തായാലും നമുക്ക് ഈ വണ്ടിയൊക്കെ ഒന്ന് പാർക്ക് ചെയ്ത് ഇടാം. അടുത്ത വണ്ടി എടുക്കട്ടെ. ലംബോദരൻ വേണ്ട, ലംബോദരം വേണം. ലംബോർഗിനിയാണ്. കണ്ട തല മൊത്തം ബഗ്ഗാണ്. ചുമരിനുള്ളിൽ കൂടി ഒക്കെ പോകുന്നു. വടക്ക് നമുക്ക് ഓടിക്കും. ഞാൻ ഉള്ളോണത്തിന് ഓടിക്കും. കൊണ്ട് നമ്മൾ ഭയങ്കര പവറുണ്ടാകുക. കാറിൻ്റെ എല്ലാം പൊളിഞ്ഞ് വരെ പോയി. നമ്മൾ അടുത്ത് നിന്നപ്പോഴും ബൈക്ക് അമ്മി വെച്ചാട്ടേ. തുടങ്ങിയ പിന്നെ അതിനെയും കഴിഞ്ഞ് ഇങ്ങനെ വരുമോ? ബൈക്കൊക്കെ നമ്മുടെ കുറച്ച് എന്താണ് എനിക്ക് പേടിയാവുന്നു. കണ്ട തല നിൽക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ഈ വണ്ടിയൊക്കെ ഒന്ന് പാർക്ക് ചെയ്യാം. അല്ലെങ്കിൽ ഈ വണ്ടി എടുത്ത് നമുക്ക് അവിടെ പോയിട്ട് വരാം. അല്ലെങ്കിൽ ഇവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് ബൈക്ക് തന്നെ എടുത്തോണ്ട് പോകാം. അപ്പം നമുക്ക് നമ്മുടെ ബൈക്ക് നമുക്ക് എടുത്തോണ്ടങ്ങ് പോകാം ഗൈസ്. എടുത്തപ്പോഴത്തെ എന്നിട്ട് നമുക്ക് അടുത്ത വണ്ടി എടുക്കാം. അടുത്ത സസ്പെൻസ് ആയിട്ടുള്ള വണ്ടി വേണം. അല്ലെങ്കിൽ നമ്മുടെ ഫോർച്യൂണർ നമ്മൾ അവിടെ നിന്ന് എടുത്തില്ലല്ലോ. എടുത്ത് റഷ് ടെസ്റ്റ് ചെയ്തില്ലല്ലോ. നമ്മുടെ പേഴ്സണൽ വണ്ടി അയ്യോ. എന്തായാലും നമുക്ക് ഇവിടെ ഫോർച്യൂണർ എടുത്ത് പോകാം. ഭാഗ്യം ഇപ്രാവശ്യം വീലി കുടുങ്ങിയില്ല. ലാലേട്ട സ്റ്റൈൽ. എൻ്റെ മോനെ, ഞാൻ പുതിയതായിട്ട് കണ്ടുപിടിച്ചത്. ഇങ്ങനെ സ്പീഡ് കിടക്കുക. പഞ്ചിൻ്റെ ഇതും കൊടുത്തിട്ട് സ്പീഡ് കൊള്ളാമല്ലോ. എന്തായാലും പോകാം. കൂനായി നമ്മൾ ഗീസ്. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടാവുമെന്ന് നോക്കണം ഗീസ്. ക്രാഷ് ടെസ്റ്റ് ചെയ്യാം. അയ്യോ, ലംബോർഗിനിയാ. ലംബോർഗിനി ഇടിച്ച് ഇതൊരിതില്ലല്ലോ ഇവിടെ. ഇത് ഞാൻ പ്രതീക്ഷിച്ചത്രടിക്ക് മാത്രമേ പോയുള്ളൂ. അത്രയ്ക്ക് അപ്പോൾ ഒന്നും കൂടി ശരിയായി.
നമുക്ക് പോവാം ഗൈസ്. അവിടെ വരുന്ന പോയിട്ട് വരാം. ഒന്നും പറ്റിയ ഡോറ് കാര്യമുള്ളൂ, അല്ല ഒന്നുമില്ല ഗൈസ്. എന്തായാലും നമുക്ക് അടുത്തെടുക്കാം ഗൈസ്. അടുത്ത കാറാണ് നിങ്ങൾക്ക് സസ്പെൻസ് ആയിട്ടുള്ള കാർ ഗൈസ്. എന്തായാലും നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എന്തായാലും നമുക്ക് ഇതൊന്ന് പൊട്ടിക്കാൻ പറ്റുമോ നോക്കാം. ആ ഡോറൊക്കെ കണ്ടുവരിക്കുന്നത് തുറന്നൊക്കെ ഇരിക്കുന്നത് എന്തോ പറ്റിയെന്ന് തോന്നുന്നു ഗൈസ്. എന്തായാലും നമുക്ക് സമയം കളയണ്ട ഗൈസ്, അടുത്ത കാർ എടുക്കാം. ഇത് ഭയങ്കര തൃപ്തി. നമ്മുടെ കാർ ഇങ്ങനല്ല. എന്തായാലും നമുക്ക് നമ്മുടെ ആ കാർ എടുക്കാം. ഏതാ കാറെന്ന് ഞാൻ പറയാം. നിങ്ങൾക്ക് അറിയോ ഗൈസ്? പറയാൻ പറ്റുമോ ഗൈസ് ഏതാ കാറെന്ന്? കണ്ടോ ഗൈസ്, നമ്മുടെ സ്വന്തം GTR ആണ് ഗൈസ് ഇത്. ഗൈസ് എന്തായാലും ഇതൊന്ന് ക്രാഷ് ടെസ്റ്റ് ചെയ്യാം. എല്ലാം പൊട്ടിപ്പൊളിഞ്ഞു, ഇതെങ്കിലും പൊട്ടിപ്പൊളിയായിരിക്കും. നമുക്ക് എന്തായാലും ഒന്ന് നോക്കാം. എന്തെല്ലാം ഇവിടെ വരെ ഒന്ന് പോയിട്ട് വരാം ഗൈസ്. നല്ല സ്പീഡൊക്കെ ഉണ്ട് എൻ്റെ മോന്, ഭയങ്കര സ്പീഡ്. പക്ഷെ ഒരു കുഴപ്പമില്ല ഗൈസ്, ഒരു പോറൽ പോലും ഇല്ല. ഇത് ചെറുതായിട്ട് ആ ഡോറൊന്ന് തുറന്നു, അതേ ഉള്ളൂ. ഒന്ന് വളയുമ്പോഴേ അതെ ഡോറൊക്കെ അടഞ്ഞു ഗൈസ്. ഒരു കുഴപ്പമില്ലെന്ന് പറയുന്നത് ഭയങ്കര ട്വിസ്റ്റഡാണ്. എന്തായാലും നമുക്ക് അപ്പുറത്തോട്ടും ചെന്നൊന്ന് ഇടിച്ച് ഭയങ്കര സ്പീഡ് ഗൈസ്. ഒരു കുഴപ്പമില്ല. ഗ്ലാസ് പൊട്ടിയിട്ടില്ലെന്ന് തോന്നുന്നു. ഗ്ലാസും പൊട്ടിയിട്ടില്ല ഗൈസ്. എന്തായാലും നമുക്ക് അപ്പുറത്തോട്ടും ചെന്നൊന്ന് ഒന്നും കൂടി ചെന്നൊന്ന് അടിച്ചോല്ല, കറങ്ങി ചെന്ന് അടിക്കാൻ. എപ്പോഴും കുഴപ്പമില്ല ഗൈസ്. എന്തുവെന്ന് അറിയത്തില്ല ഗൈസ്. കൊള്ളാം ഗൈസ്. ഈ കാറ് എൻ്റെ പേഴ്സണൽ കാറായിട്ട് ഇതിനെ ഞാൻ സ്ഥിരീകരിച്ചിരിക്കുന്നു ഗൈസ്. ഒത്തിരി ഇടിച്ചിട്ടൊക്കെ ഇത് പോകുന്നുള്ളൂ ഗൈസ്. കണ്ട് ഇപ്പം തന്നെ വെറും ഒരു ഡോറെ ഇത്ര ഇടിച്ചിട്ട് പോയിട്ടുള്ളൂ. എന്തായാലും ഗൈസ് നമുക്ക് പോകാം ഗൈസ്. ഇവിടെ പാർക്ക് ചെയ്യാം ഗൈസ്. കൊള്ളാം അല്ലേ ഗൈസ്? നമ്മൾ പേഴ്സണൽ വണ്ടിയിട്ട് ഇതെടുക്കാം ഗൈസ്. അതെനിക്ക് പറയാനുള്ളത് ഗൈസ്. എന്തായാലും ഗൈസ് അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ പറയണോ ഗൈസ്? നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പം ടാറ്റാ ബൈ ബൈ, സീ യു.